നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി ജനുവരി ആദ്യവാരം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് കാലതാമസം ഒഴിവാക്കാൻ. വയനാട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിലെത്തിയതെന്നും അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയായേനെയെന്നും മന്ത്രി. കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമത നീക്കങ്ങൾക്കു പിറകെ ഡിവൈഎഫ്ഐയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ നടത്തി. CPIM ജില്ലാ നേതൃത്വത്തിന് കൺവെൻഷനിൽ വിമർശനം. ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. യുവജന സംഘടനയിൽ വിമത നീക്കം ശക്തമാകുന്നത് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് CPM നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. വിധവയുടെ പേരിൽ വ്യാജ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജർ ബിജു കരീം നടത്തിയത് 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പെന്ന് പരാതിക്കാരി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസുകളിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഇടപെടൽ ഇതാദ്യം. തിരുവല്ലോമലയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവല്ലോമല തവയ്ക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ ഇന്ദിരാദേവി. വയോധിക ഡോറിലൂടെ തെറിച്ചു വീണത് ബസ് തിരുവല്ലോമല സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള വളവ് വീശിയൊടിക്കുന്നതിനിടെ. ഒറ്റപ്പാലത്ത് 3 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് എടപ്പാൾ സ്വദേശി ലിജീഷ് ലാൽ. പുതുവത്സരവേളയിൽ വ്യാജമദ്യ നിർമ്മാണം തടയാൻ എക്സൈസ് റേഞ്ച് സംഘം പരിശോധന ശക്തമാക്കി. ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോടുവക്കത്ത് ഒളിപ്പിച്ചിരുന്ന 600 ലിറ്റർ വാഷ് നശിപ്പിച്ചു. പാലക്കാട് നഗരത്തിൽ വിരണ്ടോടിയ പോത്തിന്റെ പരാക്രമം. അറവിനായി എത്തിച്ച പോത്ത് വിരണ്ടോടിയത് ഇന്നു രാവിലെ. പോത്തിനെ വടം കെട്ടി തളച്ചത് പോലീസും ഫയർഫോഴ്സും ചേർന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് നാട്. വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗങ്ങളും മൗനജാഥയും. അനുശോചന പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസം വൈകുമെന്ന ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജനുവരി ആദ്യവാരം ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കാലതാമസം ഒഴിവാക്കാനാണ് ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തത്. ആ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമായിരുന്നെങ്കിൽ നമ്മൾ വലിയ പ്രയാസത്തിൽപ്പെടുമായിരുന്നു. ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ 4-ന് 4/10/2024 ഗവൺമെൻറ് ഉത്തരവ് 11/2024 DMD ആയി നമ്മൾ ഇറക്കിയ ഉത്തരവ് ശരിയാണെന്ന് കോടതി വെച്ചതോടുകൂടി നമുക്ക് ആദ്യഘട്ട ആശ്വാസമായി. ഇനി ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയത്. അത് വന്നിരുന്നെങ്കിൽ കടുത്ത ഭീകരത ആകുമായിരുന്നു. എന്നാൽ അതോടൊപ്പം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ഏത് നിയമമായിരിക്കും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്ന് കോടതി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, LARR 2013 അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നിലയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വ്യവഹാരങ്ങൾ ഏതെങ്കിലും ഉള്ള കേസാണെങ്കിൽ LARR 2013 സെക്ഷൻ 77 പ്രകാരം കോടതിയിൽ കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ ആ പണം കെട്ടിവെക്കുകയും സബ്ജക്ട് ടു ദ ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ കോർട്ട് എന്ന വിധത്തിൽ കാണുകയും ചെയ്യും. ഈ കേസിൽ 2013 നഷ്ടപരിഹാര തുക തന്നെ നിശ്ചയിക്കണമെന്നും. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തതെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. അത് കോടതി അംഗീകരിക്കുമായിരുന്നെങ്കിൽ വലിയ പ്രയാസമാവുമായിരുന്നു. LARR 2013 പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് കോടതി അറിയിച്ചിരുന്നു. പണം ബോണ്ട് വെച്ചുകൊണ്ട് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. കാലതാമസം ഒഴിവാക്കാനാണ് ഡിസാസ്റ്റർ അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കിയത്. അത് ശരിയെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പണം നൽകേണ്ടത് എന്ന് വിധിയിലുണ്ട്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതിനാണ് മുൻഗണനയെന്നും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊഴിഞ്ഞാമ്പാറയിൽ CPMലെ പൊട്ടിത്തെറിക്ക് പിറകെ ഡിവൈഎഫ്ഐയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ വിളിച്ചു ചേർത്തു.
കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടിയിലെ വിമത നീക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐയിലും വിമത നീക്കം ശക്തമായിരിക്കുന്നത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കൊഴിഞ്ഞാമ്പാറ 1-2 ലോക്കൽ കമ്മിറ്റികളിലെ AC, LC ഭാരവാഹികൾ വിമത നീക്കവുമായി നേരത്തെ രംഗത്തു വന്നത്. പ്രശ്നപരിഹാരത്തിനായി വിവിധ രീതിയിൽ പല തലത്തിൽ നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ചവർ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും EMSന്റെ പേരിൽ ഓഫീസ് സംവിധാനം തുറന്ന് സമാന്തര പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഡിവൈഎഫ്ഐയിലും സമാന്തര പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൊഴിഞ്ഞാമ്പാറ 1-2 LCകൾക്കു കീഴിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി നിരവധി ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് കൺവെൻഷൻ നടത്തുന്നവരുടെ പ്രധാന ആരോപണം നേതൃത്വം ആമാശയത്തിനായി അടിയറ വയ്ക്കുന്നുവെന്നാണ്. ആശയത്തെയും പ്രത്യയശാസ്ത്രത്തെയും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്നാണ് നേതൃത്വത്തെ ധിക്കരിച്ച് കൺവെൻഷൻ വിളിച്ചു ചേർത്തവരുടെ നിലപാട്. കൺവെൻഷനിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അതിൻ്റെതായ അച്ചടക്കപരമായ സംഘടനാ മര്യാദയുണ്ട്. ഒരു യൂണിറ്റിൽ അംഗമല്ല, യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടില്ല, യൂണിറ്റ് മെമ്പർഷിപ്പും ഇല്ല. അദ്ദേഹത്തെ പിടിച്ചാണ് മേഖല സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ തോന്നുന്ന രീതിക്ക് ഒരു പ്രസ്ഥാനത്തെ ആരുടെയെങ്കിലും കാൽച്ചൂട്ടിൽ കൊണ്ടുവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിമത കൺവെൻഷൻ വി ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കെ മനോജ് അധ്യക്ഷത വഹിച്ചു. അരുൺലാൽ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്രീജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷ്, റിയാസുദ്ദീൻ, രതീഷ്, ഗാന, കാളിദാസ്, ഷാരോൺ, അൻസാരി, സദ്ദാം ഹുസൈൻ, ഷിജു, ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പ തട്ടിപ്പ് കൂടി പുറത്ത്. സ്ഥലം ഉടമ അറിയാതെ 35 ലക്ഷം രൂപ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. 5 ലക്ഷം രൂപ വായ്പയെടുക്കാൻ ഈട് നൽകിയ ആധാരത്തിൽ മേലാണ് ഉടമ അറിയാതെ മുൻ ബാങ്ക് മാനേജർ 35 ലക്ഷം രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇരിങ്ങാലക്കുട മൂർക്കനാട് സ്വദേശി പൊയ്യാറ പരേതനായ ഗൗതമിന്റെ ഭാര്യയും വിധവയുമായ ജയ്ഷ നൽകിയ പരാതിയിലാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. 2013 ജയ്ഷയുടെ ഭർത്താവ് ഗൗതം 5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. അത് 2018 അടച്ചു തീർക്കുകയും ചെയ്തു. പിന്നീട് 2022 ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് വ്യാജ വായ്പയുടെ വിവരം ജയ്ഷ അറിയുന്നത്. തങ്ങളുടെ അറിവോടെയല്ല വായ്പ എടുത്തത് എന്ന വിവരം ബാങ്കിനെ ധരിപ്പിച്ചെങ്കിലും ബാങ്ക് ചെവികൊണ്ടില്ല. ഇതോടെ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ആള് മരിക്കുന്നതിന് മുന്നേ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായത് കൊടുത്ത് ഞങ്ങൾ കടക്ക് വീട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് വയ്യാതെ കിടപ്പായി. 2018 ആള് മരിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നേക്കണം. 35 ലക്ഷം ലോണുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പോലീസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ പോയി കേസ് കൊടുത്തു. പക്ഷെ അവർ ബാങ്കിലെ രേഖകളും ഒപ്പുകളൊക്കെ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു. പിന്നെയാണ് ഞങ്ങൾ കോടതിനെ സമീപിച്ചത്. ഇത്രയും പേർക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, വന്നിട്ടില്ല. പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് പറയണതാണ്, പക്ഷെ ഈ കാര്യം മാത്രം പറഞ്ഞിരുന്നില്ല. ഇതാദ്യമായാണ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതി ഉത്തരവ് വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അഖില കേരള വായനോത്സവ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മത്സരങ്ങളിൽ 200ഓളം പേർ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ അഖില കേരള വായനോത്സവത്തിന്റെ താലൂക്ക് തല മത്സരമാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാക്കി എല്ലാവരും ഏതെങ്കിലും പണി കഴിഞ്ഞ് അതേപാട് ക്ലാസ് മുറിയിലേക്ക് കയറി വരുന്ന കാലമായി. പട്ടിണി എന്ന് പറയുന്നത് എഴുതി പഠിക്കുന്ന ഒരു വാക്കല്ല, മറിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാലമുണ്ടായി.
പക്ഷെ അന്ന് വായനശാലയ്ക്കകത്ത് അതിൻ്റെ കോലായി ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. വായന കൊണ്ട് നിങ്ങൾക്ക് വിശപ്പിനെ മറക്കാൻ കഴിയും. 200ഓളം പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MP മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T സത്യൻ മാസ്റ്റർ, രാജൻ മാസ്റ്റർ, രാമൻകുട്ടി മാസ്റ്റർ, രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലത്ത് 3.93 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. എടപ്പാൾ പൊൽപ്പക്കര തറയ്ക്കൽ കല്ലേപ്പറമ്പിൽ 33 വയസ്സുള്ള ലിജീഷ് ലാലിനെയാണ് റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ലിജീഷിനെ കഞ്ചാവുമായി പിടികൂടിയത്. 3 കിലോ 93 ഗ്രാം കഞ്ചാവ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തതായി എക്സൈസ് അറിയിച്ചു. പ്രതിയെ ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A വിപിൻ ദാസ്, സുദർശനൻ നായർ, അനു രാജേഷ്, സുരേഷ്, പ്രദീപ്, മുഹമ്മദ് ഫിറോസ്, ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തിരുവല്ലോമലയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവല്ലോമല തവക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ 65 വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത്. ആലത്തൂർ കാടാമ്പുഴ റൂട്ടിലോടുന്ന മറവ എന്ന ബസ്സിന്റെ ഡോറിലൂടെ വയോധികയായ ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഇവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് അടുത്തുവെച്ചാണ് സംഭവം. വളവ് വീശിയൊടിക്കുന്നതിനിടയിലാണ് ഡോറിലൂടെ ഇവർ തെറിച്ചു വീണത്. കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നാണ് അമ്മയും മകളും ബസ്സിൽ കയറിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോട്ടുവക്കത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന 600 ലിറ്റർ വാഷ് എക്സൈസ് ഒറ്റപ്പാലം റേഞ്ച് സംഘം നശിപ്പിച്ചു. പുതുവത്സര വേളയിൽ വ്യാജ മദ്യനിർമ്മാണം തടയുക എന്ന ലക്ഷ്യത്തോടെ മേഖലയിൽ പരിശോധന ശക്തമാണ്. രഹസ്യവിവരത്തെ തുടർന്ന് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് സംഘം അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനി കയറാട്ടുപടി തോടിന്റെ കരയിൽ നടത്തിയ പരിശോധനയിലാണ് ചപ്പുചവറുകൾ കൊണ്ട് മൂടി മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെത്തിയത്. 200 ലിറ്റർ വീതം കൊള്ളുന്ന 3 നീല പ്ലാസ്റ്റിക് ബാരലുകളിൽ 600 ലിറ്റർ വാഷാണ് സൂക്ഷിച്ചിരുന്നത്. ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയ വാഷ് എക്സൈസ് സംഘം നശിപ്പിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് N പ്രേമാനന്ദകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ഹരീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജിത S നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് നഗരത്തിൽ പോത്തിന്റെ പരാക്രമം. അറക്കാനായി എത്തിച്ച പോത്താണ് വിരണ്ടോടിയത്. രാവിലെയായിരുന്നു സംഭവം. ഒടുവിൽ പോലീസും ഫയർഫോഴ്സും എത്തി ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ വെച്ച് പോത്തിനെ വടം കെട്ടി പിടികൂടി. ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടിയാണ് പാലക്കാട് കോട്ടമൈതാനത്തിന് സമീപത്ത് അറക്കാൻ വേണ്ടി എത്തിച്ച പോത്ത് വിരണ്ടോടിയത്. ഓടുന്ന വഴിയിൽ റോഡിനരികെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും പോത്ത് തകർത്തു. അതിനുശേഷം കോട്ടമൈതാനത്തിന് സമീപത്തുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് പോത്ത് ഓടിക്കയറിയത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരും നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും എത്തി പോത്തിനെ തളയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ പോത്ത് അവശനായിരുന്നു. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി വടം കെട്ടി ഇറക്കിയ ശേഷമാണ് പോത്തിനെ പിടികൂടാനായത്. തുടർന്ന് വെറ്റിനറി ഡോക്ടർ എത്തി പോത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പാലക്കാട് വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോത്ത് ഹോട്ടലിലേക്ക് ഓടിക്കയറിയതിനാൽ പിടികൂടാൻ എളുപ്പമായെന്നും റോഡിലേക്ക് ഓടിയിരുന്നെങ്കിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുമായിരുന്നെന്നും പോലീസ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് മനശ്ശേരി വായനശാലയിൽ നടന്നു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2024 ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് നേടിയ ജിനേഷ് മനശ്ശേരി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് K രാഹുൽദാസ്, വൈസ് പ്രസിഡന്റ് EK നിഷാദ്, ജോയിന്റ് സെക്രട്ടറി അർച്ചന,
സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് ഹാരിസ്, കെ മണികണ്ഠൻ, എം കെ ഉണ്ണികൃഷ്ണൻ, ശോഭ, അനീഷ്, പ്രജീഷ്, ശരത്ത്, വിനോദ് കുമാർ മാസ്റ്റർ, സതീഷ്, നിഷ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി യോഗം നടന്നു. ഓങ്ങല്ലൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സർവകക്ഷി അനുശോചന യോഗത്തിൽ ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ്, ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ AM നാരായണൻ, മുസ്തഫ പോക്കുപടി, അഡ്വക്കേറ്റ് M രാമദാസ്, C പ്രശാന്ത്, റഹീം ഓങ്ങല്ലൂർ, MR ജയശങ്കർ, അബ്ദുൽ ലത്തീഫ് ദാരിമി, നാസർ കാരക്കാട്, CP ബാബു, അസ്കർ പോക്കുപടി തുടങ്ങിയവർ സംസാരിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ അടക്കം പല സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും അതൊക്കെ നല്ല രീതിയിൽ വളരെ നേട്ടകരമായി കൊണ്ടു നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാജ്യസഭയിൽ 1991 മുതൽ അദ്ദേഹം അംഗമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചെറുതുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാവ് OU ബഷീർ, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം, CPM നേതാവ് ഹരിദാസ്, BJP നേതാവ് VC ഷാജി, CPI നേതാവ് കുഞ്ഞുഞ്ഞു, RSP പ്രതിനിധി P പ്രസാദ്, ജനതാദൾ പ്രതിനിധി കേശവൻ, സുലൈമാൻ സേട്ടു വിഭാഗം നേതാവ് ഷാജി പള്ളം, കോൺഗ്രസ് നേതാവ് തമ്പി മണി തുടങ്ങിയ കക്ഷി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്ത് സംസാരിച്ചു. ഈ രാജ്യത്ത് ഒരാളുണ്ടാകണമെന്ന് കരുതി ഈ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി കുറച്ച് സംസാരിക്കുകയും പ്രതിവാദങ്ങൾ ഒഴിവാക്കുകയും കൂടുതൽ പ്രവർത്തിക്കുക എന്ന നയമാണ് രാഷ്ട്രീയക്കാരനായിരുന്നപ്പോഴും ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി സന്ദർശിച്ചപ്പോഴും അദ്ദേഹം നിലപാടെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ദിവാകരൻ, PS രാധാകൃഷ്ണൻ, KC അബ്ദുൾ റഹ്മാൻ, K ഷമീർ, KA ബഷീർ, K ശശികുമാർ, P സൂര്യനാരായണൻ, A ജയരാമൻ മാസ്റ്റർ, KP ഷീജ, ചാമി, P മോഹനകുമാരി, ഷാജി ജോസഫ്, K കുഞ്ഞിമുഹമ്മദ്, MP അക്ഷയ്, K ഷാജി, അബ്ദുൽ ഖാദർ, P ബാലചന്ദ്രൻ, P സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി MH അബ്ദുൽ സലാം, CPI പ്രതിനിധി സുലൈമാൻ, BJP ജില്ലാ നിർവാഹക സമിതി അംഗം PK മോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ്, മുസ്ലിം ലീഗ് പ്രതിനിധി PV അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തലമുറകൾ അനുസ്മരിക്കുന്ന തരത്തിൽ പ്രവർത്തനം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിൽ ഗിമ്മിക്കുകളൊന്നും അറിയാത്ത വ്യക്തിയായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്, രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രസേവനമാണ്. ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ഭരണാധികാരി ഏതു തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഭാരതത്തിന് കാണിച്ചു കൊടുത്ത ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി
KA അബൂബക്കർ സ്വാഗതവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുലൈമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒറ്റപ്പാലത്ത് സർവകക്ഷി അനുശോചന യോഗം നടത്തി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ടൗണിൽ മൗനജാഥയും നടത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. ഷൊർണൂർ ടൗണിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K. കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ലോക്കൽ സെക്രട്ടറി സോമൻ, വിവിധ കക്ഷി നേതാക്കളായ TM യൂസഫ് ഹാജി, K. പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര ബാലസംഘം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവലും ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണവും നടത്തി. കാൻസ് ഫെസ്റ്റ് മികച്ച ബാലതാരം ഹംദാൻ മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. അത് ചെറുപ്പത്തിൽ അഭിനയിച്ച മൂവിയാണ്. ഇതിപ്പോ അത് മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ്. ലീവ് എന്ന പേര് യൂട്യൂബിലുണ്ട്. പിന്നെ 70 rupees എന്ന് പേരുള്ള ഒരു ഷോർട്ട് ഫിലിം, അത് പുതിയത്, അത് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും വീട്ടിൽ ചെന്ന് കാണാം. വിഷ്ണുമായ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ മുഖ്യപ്രഭാഷണം നടത്തി. ലളിത ഹരിദാസ്, നിവേദ്യ, മുഹമ്മദ് യാസിൻ, ബെന്നി ആന്റണി, MH അബ്ദുൾ സലാം, ഹരിദാസ് K, N ഗിരിജ മേലേടത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. MSA കേരളയുടെ ആയോധന കലാപ്രദർശനവും ഉണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തിയിൽ നടന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും കഥകളി സ്കൂളിന്റെ 16ാം വാർഷികത്തിനും സമാപനമായി. സമാപന സമ്മേളനം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നൃത്തം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആസ്വാദനം മാത്രമാവരുത്. ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ എന്ന് വെച്ചാൽ ആ ക്ലാസ് മുടങ്ങരുത്. ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പരിപാടിക്ക് വേഷം കെട്ടി കളിക്കുക എന്നുള്ളതല്ല ഡാൻസ്. അതിനെ അടുത്തറിയുക. എന്താണ് ഓരോ കലയും, ഓരോ കലയിലും എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഇതെല്ലാം നല്ല മനസ്സിലാക്കി വൃത്തിയായിട്ട് അതിനെ ദൈവികമായ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി, ഇതൊക്കെ ഒരു സാധനയാണ്. വർഷങ്ങളോളം ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇപ്പം എന്നെ കുറേ പുകഴ്ത്തി പറഞ്ഞു. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. 61 വർഷമായിട്ട് ഞാനിപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത്. എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കും അനുശോചനം രേഖപ്പെടുത്തി. സംഘാടക സമിതി അംഗം V. മുരളി അധ്യക്ഷത വഹിച്ചു. വിവിധ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. കലാമണ്ഡലം മുൻ നൃത്തമേധാവി കലാമണ്ഡലം സുജാത മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ഓമന കൃഷ്ണകുമാർ, ശ്രീജ ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സ്വാഗതവും സ്കൂൾ സെക്രട്ടറി KS സുമേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ദുര്യോധനവധം കഥകളിയും 130 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഉദ്ധവ് ബാലാസാഹേബ് ശിവസേന പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷനും ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനവും ശിവസേന സംസ്ഥാന പ്രസിഡന്റ് MS ഭുവനചന്ദ്രൻ നിർവഹിച്ചു. ഉദ്ധവ് ശിവസേന എറണാകുളം ജില്ലാ കൺവീനർ TR ദേവൻ, തൃശൂർ ജില്ലാ കൺവീനർ അനിൽ ദാമോദർ, സംസ്ഥാന സമിതി അംഗം ബിജു വരപ്പുറത്ത്, ആത്മീയ പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളെ കൺവെൻഷൻ തിരഞ്ഞെടുത്തു. അനൂപ് ഒറ്റപ്പാലം പ്രസിഡന്റ്, വിവേക് സെക്രട്ടറി, അനുമോൻ വൈസ് പ്രസിഡന്റ്, ബിനോജ് ട്രഷറർ തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികൾ. യുവസേനയുടെ ജില്ലാ കൺവീനറായി ബിനോജ് പനയൂരിനെ ചുമതലപ്പെടുത്തി. ജില്ലയിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും കൂടുതൽ സേവനങ്ങൾ കാഴ്ചവെക്കാനും പാർട്ടി തീരുമാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നന്മ നിറഞ്ഞ സമൂഹത്തിന് വേണ്ടിയാകണം നമ്മുടെ പ്രവൃത്തികളും ആരാധനകളുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മങ്കര, മഞ്ഞക്കര, മുണ്ടൻകാവ് അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് രാജ്യത്തെ സേവനമനുഷ്ഠിച്ച ധീര ജവാന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസങ്ങളായാലും ആചാരങ്ങളായാലും എല്ലാം
മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും പൊരുൾ, എല്ലാത്തിൻ്റെയും സന്ദേശം ആത്യന്തികമായി മനുഷ്യന്റെ നന്മയാണ്. ഇവിടെ പോയി ക്ഷേത്രത്തിന്റെ, നമ്മുടെ അമ്പലത്തിന്റെ ദേവി സന്നിധിയിൽ വന്ന് നിന്ന് നമ്മളെല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് എന്താ? നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു ഊർജം അങ്ങനെ പ്രവേശിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ എല്ലാവരും പറയാറുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട് ഈശ്വരൻ, എല്ലായിടത്തുണ്ട്, സർവ്വവ്യാപിയുണ്ട്. ചടങ്ങിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെയും ആദരിച്ചു. CK വിജയൻ, SV ഹരിദാസ്, MK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ 50ഓളം ജവാന്മാരെയാണ് ആദരിച്ചത്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ജില്ലാതല കുട്ടി കർഷകർക്കുള്ള കാർഷിക ക്യൂസ് നടത്തി. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ A. അനാമിക ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R. റിൻസി അധ്യക്ഷത വഹിച്ചു. വായനശാല സ്ഥാപകനും സെക്രട്ടറിയുമായ അജേഷ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. GHSS കോട്ടായിലെ MD ദിൽഷ 1ാം സ്ഥാനവും GUPS കോങ്ങാടിലെ KR അജിൻ കൃഷ്ണ 2ാം സ്ഥാനവും GUPS പുത്തൂരിലെ S. ഷിഹാൻ 3ാം സ്ഥാനവും നേടി. കുത്തന്നൂർ NGBSലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന S. ശിഖ പ്രത്യേക സമ്മാനത്തിന് അർഹമായി. വായനശാല വൈസ് പ്രസിഡന്റ് P. ആകേഷ് സ്വാഗതവും ലൈബ്രറിയൻ V. ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഷൊർണൂർ SN കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സർവോദയ സമാപിച്ചു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതായിരുന്നു ഇത്തവണത്തെ തീം. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ് നമ്പർ 90, 150 എന്നിവയുടെ സംയുക്ത ക്യാമ്പാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ അവബോധനം, മാലിന്യമുക്ത നവകേരളം, എയ്ഡ്സ് ബോധവൽക്കരണം, ഡിജിറ്റൽ സാക്ഷരത, ഭിന്നശേഷി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് സർവോദയ 2024 ഉൾപ്പെടുത്തിയിരുന്നത്. അനങ്ങനടി പഞ്ചായത്തിലെ BRC ഓട്ടിസം സെൻ്ററിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആയിരുന്നു ക്യാമ്പിലെ ക്രിസ്മസ് പരിപാടിയിൽ മുഖ്യാതിഥികൾ. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനങ്ങന്മലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ എന്നതായിരുന്നു ഇത്തവണത്തെ ക്യാമ്പ് പ്രൊജക്റ്റ്. ഊർജ്ജ സംരക്ഷണം വീടുകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി മധുകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ നെല്ലുവായി പ്രദീപിൻ്റെ ഓട്ടൻതുള്ളൽ ഹാസ്യാവിഷ്കാരം, യുവകലാകാരനായ KM അഭിരാമിൻ്റെ മ്യൂസിക്കൽ പരിപാടി, എഴുത്തുകാരൻ KK ജയരാജനുമായുള്ള സംവാദം തുടങ്ങി ഒട്ടനവധി പരിപാടികൾ ക്യാമ്പിൽ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, റഫീഖ്, MA റിയാസ്, P. രേഷ്മ, K. സ്മിത, മുസ്തഫ പടിയത്ത്, K. സുലൈഖ തുടങ്ങി ഒട്ടേറെ പേരുടെ സജീവ സാന്നിധ്യവും സഹകരണവും ക്യാമ്പിനുണ്ടായി. ക്യാമ്പുമായി സഹകരിച്ചവരോട് പ്രിൻസിപ്പൽ എൽവിൻ പോൾ കോനാട്ട് നന്ദി അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1982-83 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഭയം വരുമ്പോൾ അത് ഭയമാണെന്ന് തോന്നാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു മനസ്സിൽ വരുമ്പോൾ ഭയം ഭയമില്ല. ഏറ്റവും യഥാർത്ഥമായിട്ട് പ്രാർത്ഥനയാണ്. പല രീതികളിലും ചൊല്ലാൻ പ്രയാസം. നമുക്ക് തന്നെ ഒരു ഊർജ്ജം പകരുന്ന പ്രാർത്ഥന. പിന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബാച്ച് 82-83 ബാച്ച് ഒരുപാട് കാലം നേരത്തെ ബാച്ചാണ്. ഞാനത് റിട്ടയർ ചെയ്തിട്ട് 30 വർഷമായി. ചങ്ങാതിക്കൂട്ടം എന്ന നാമകരണത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ ഓർമ്മത്തണൽ സ്മൃതി മണ്ഡപം 1982-83 കാലഘട്ടത്തിൽ സ്കൂൾ ലീഡറായിരുന്ന അൻവർ ഹുസൈൻ സ്കൂളിന് സമർപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക അനിത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയകാല അധ്യാപകരായ ഭാരതി, ഓമന, രാജഗോപാലൻ, സൗദാമിനി, രാധ, ലൈല, രാഘവൻ, പൂർവ്വ വിദ്യാർത്ഥികളായ സതീഷ് P, സുബ്രഹ്മണ്യൻ AV, ഗോപാലകൃഷ്ണൻ, ശോഭ, ശശി നഗരിപ്പുറം എന്നിവർ സംസാരിച്ചു. ഉച്ചഭക്ഷണവും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ 1978-1979 SSLC ബാച്ചിൻ്റെ പുനഃസമാഗമം നടന്നു. ക്ലാസ്മേറ്റ്സ് 79 എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സ്കൂൾ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ അധ്യാപകരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. നേരത്തെ ജഗദീഷ് മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വനാഥൻ, വേണു, ദേവദാസ് എന്നിവർ സംസാരിച്ചു. കോട്ടായി പനോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലം കരിങ്കൽ വിരിച്ചതിൻ്റെയും നവീകരിച്ച ക്ഷേത്ര പ്രവേശന കവാടത്തിൻ്റെയും സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യ ട്രസ്റ്റി OM നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ A രാമസ്വാമി, M ദണ്ഡപാണി മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. R വേണുഗോപാലൻ, വാർഡ് മെമ്പർ ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ് സ്വാഗതവും ക്ഷേത്ര ജീവനക്കാരൻ MB മോഹനൻ നന്ദിയും പറഞ്ഞു. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ സമർപ്പണ ചടങ്ങ് നടന്നത്. നല്ല വൃത്തി തോന്നുന്നതായുള്ള അന്തരീക്ഷം ക്ഷേത്രങ്ങളിൽ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്ഷേത്രത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തിയായി ഭംഗിയായി സംരക്ഷിച്ചു നൽകുന്നത്. പേരൂർ ഭജനമഠം അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് നടന്ന പഞ്ചാരിമേളം ആസ്വാദകരുടെ മനം കവർന്നു. പെൺകുട്ടികളടക്കം 85 കലാകാരന്മാരാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. ഗാന്ധി സേവാസദനം പ്രിൻസിപ്പളും ചെണ്ട കലാകാരനുമായ സദനം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 16ഓളം പെൺകുട്ടികളും 26ഓളം ആൺകുട്ടികളുമടക്കം 85 കലാകാരന്മാരാണ് ആസ്വാദകരുടെ മനം കവർന്നത്. പഞ്ചാരിമേളത്തിന് 100 കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗുരുവായ സദനം ഗോപാലകൃഷ്ണന് ദക്ഷിണ നൽകി ആശീർവാദം ഏറ്റുവാങ്ങിയാണ് പഞ്ചാരിമേളത്തിന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി ജനുവരി ആദ്യവാരം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് കാലതാമസം ഒഴിവാക്കാൻ. വയനാട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിലെത്തിയതെന്നും അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയായേനെയെന്നും മന്ത്രി. കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമത നീക്കങ്ങൾക്കു പിറകെ DYFIയിലും പൊട്ടിത്തെറി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കൺവെൻഷൻ നടത്തി. CPIM ജില്ലാ നേതൃത്വത്തിന് കൺവെൻഷനിൽ വിമർശനം. ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വിറ്റുതുലയ്ക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. യുവജന സംഘടനയിൽ വിമത നീക്കം ശക്തമാകുന്നത് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് CPM നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ കരുവന്നൂർ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. വിധവയുടെ പേരിൽ വ്യാജ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജർ ബിജു കരീം നടത്തിയത് 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പെന്ന് പരാതിക്കാരി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസുകളിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഇടപെടൽ ഇതാദ്യം. തിരുവല്ലോമലയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവല്ലോമല തവയ്ക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ ഇന്ദിരാദേവി. വയോധിക ഡോറിലൂടെ തെറിച്ചു വീണത് ബസ് തിരുവല്ലോമല സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള വളവ് വീശിയൊടിക്കുന്നതിനിടെ. ഒറ്റപ്പാലത്ത് 3 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് എടപ്പാൾ സ്വദേശി ലിജീഷ് ലാൽ. പുതുവത്സരവേളയിൽ വ്യാജമദ്യ നിർമ്മാണം തടയാൻ എക്സൈസ് റേഞ്ച് സംഘം പരിശോധന ശക്തമാക്കി.
ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോടുവക്കത്ത് ഒളിപ്പിച്ചിരുന്ന 600 ലിറ്റർ വാഷ് നശിപ്പിച്ചു. പാലക്കാട് നഗരത്തിൽ വിരണ്ടോടിയ പോത്തിന്റെ പരാക്രമം. അറവിനായി എത്തിച്ച പോത്ത് വിരണ്ടോടിയത് ഇന്നു രാവിലെ. പോത്തിനെ വടം കെട്ടി തളച്ചത് പോലീസും ഫയർഫോഴ്സും ചേർന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് നാട്. വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗങ്ങളും മൗനജാഥയും. അനുശോചന പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.